റാഷിദ് തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തുന്ന ആൾ കൂടിയാണ്. ശ്രീ റാഷിദ്, ഇന്നലെ പോളിംഗ് 4ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു പോളിംഗ് ശതമാനത്തിലെ വർധനവ് ഉണ്ടായിരിക്കുന്നത് തെലങ്കാനയിൽ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും ഒന്നുകിൽ സ്റ്റാറ്റസ്കോ അല്ലെങ്കിൽ അല്പം കുറവ് എന്നുള്ളതാണ് നില. മധ്യപ്രദേശ് പോലെയുള്ള ഇടങ്ങളിൽ 5% വോട്ടിംഗ് കുറയുന്നു. എന്നാൽ കോൺഗ്രസിന് ഇപ്പോഴും ഒരു ഹണിമൂൺ പീരീഡ് ഉള്ള സ്ഥലങ്ങളിലാണ് പോളിംഗ് കൂടുന്നത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നല്ലതായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ പല ആളുകളും ഈ ഇലക്ഷൻ ടേൺ ചെയ്യുകയാണ്, അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നു, ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിൽ പോലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ നിരീക്ഷിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും. ആ കൂട്ടത്തിൽ റാഷിദ് ഉണ്ടോ? ശ്രീ അഭിലാഷ്, നമ്മളിപ്പോൾ ഒരു പുതിയ നരേറ്റീവാണ് 2 ആഴ്ചയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അത് BJPയുടെ ഒരു കാരണം അതിൽ ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഈ പോൾ ചെയ്യപ്പെടുന്നതിലുള്ള ഈ കുറവാണ്, പോളിംഗ് കുറവിൻ്റെ കാര്യത്തിലാണ്. രണ്ടാമത് ഈ ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും ഒരു പാറ്റേണാണ്, മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിക്കുന്ന തരത്തിൽ ആ ഒരു പാറ്റേണിൽ വരുന്ന പ്രസ്താവനകൾ. ഇത് രണ്ടും കൂടി ആകുമ്പോൾ ആളുകൾ നോർമലി ന്യൂട്രലായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകൾ സംശയിക്കുന്നുണ്ട് BJP ഭയപ്പാടിലാണോ എന്നുള്ളത്. പക്ഷേ ഞാനിതിനെ കാണുന്ന മറ്റൊരു ആംഗിളിലൂടെയാണ്. ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ തന്നെ പോളിംഗ് ശതമാനം കുറയാനുണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 400 പാർ എന്നുള്ള ഒരു ലൈനിലായിരുന്നു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒന്ന് BJPക്ക് കിട്ടേണ്ട, NDAക്ക് കിട്ടേണ്ട, വോട്ട് ചെയ്യേണ്ട ആളുകൾ 2 ടേം കഴിഞ്ഞല്ലോ, 2014 2019 കഴിഞ്ഞ സ്ഥിതിക്ക് അതൊരു ഇനി ഓട്ടോമാറ്റിക് ജയിക്കും എന്നുള്ളൊരു തണുപ്പൻ പ്രതികരണം. അതേപോലെ തന്നെ പ്രതിപക്ഷ സൈഡിന് കിട്ടേണ്ട വോട്ടിലേക്ക് വരേണ്ട ആളുകൾക്ക് ഇതെങ്ങനെ പോയാലും 400 പാറിലാണ് നാഷണൽ ലെവലിൽ മീഡിയ ചർച്ച ചെയ്യുമ്പോൾ ഇതെങ്ങനെ പോയാലും ആ ഒരു ആംഗിളിൽ ഇത് അവസാനിക്കും എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിൽ എഫേർട്ട് എടുത്ത് വോട്ട് ചെയ്യാത്ത ഒരു കാര്യം. അതിനുമപ്പുറം നമ്മളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കുറ്റമറ്റ വോട്ടർ പട്ടിക ആയിരുന്നോ എന്നുള്ളതും സംശയമാണ്. പിന്നെ മറ്റൊരു ആംഗിൾ, ഈ സംശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനുണ്ടാകുന്ന ഒരു കാരണം മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഹേറ്റ് സ്പീച്ച് എന്നുള്ള ഏരിയയാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് സ്കോറിംഗ് പോയിന്റ് ആണ്. അത് എത്രത്തോളം ചെലവഴിക്കാൻ പറ്റും അത് BJP എല്ലാ കാലത്തും ചെലവഴിക്കും. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതൊരു കാരണവശാൽ അവർ മാറ്റിവെക്കില്ല. BJPക്ക് വോട്ട് വരുന്ന ഒരു ഏരിയ ആണ് എന്നുള്ള പൂർണ്ണ ബോധ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവർ ആ ഒരു രീതി പാറ്റേൺ സ്വീകരിക്കും. അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഇവിടെ ഒരു പ്രതിപക്ഷ ബെഞ്ചിൽ ആളുകൾ വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ മുൻനിർത്തി ഒരു ജനാധിപത്യ ആ ഒരു രീതിയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപ്രമാദിത്യം വേണം എന്നുള്ള വലിയ അവർ ലക്ഷ്യം വെച്ച 400 പാർ എന്നുള്ളതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ രാജ്യത്താകമാനം BJP ജയിച്ച 303 സീറ്റിൽ 224 സീറ്റിൽ അവർ 50% വോട്ട് നേടിയിട്ടുണ്ട്. അതേപോലെ 15-16 സ്റ്റേറ്റുകളിൽ 50% വോട്ട് നേടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് മാറ്റമാണ് പ്രതിപക്ഷ സഖ്യത്തിന്? ഈ 50% ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊക്കെ കക്ഷികൾ മറുഭാഗത്ത് ഏകീകരിച്ചാലും BJP സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇനി അതിൻ്റെ ഒരു ആംഗിൾ. അങ്ങനെ വേറൊരു ആംഗിൾ നമ്മളത് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനെ പരിശോധിക്കുകയാണെങ്കിൽ 200 സീറ്റിലാണ് BJPയും കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് ഏറ്റുമുട്ടുന്ന ഇടങ്ങളിൽ അവർക്ക് ലക്ഷ്യത്തിൽ എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ സഖ്യത്തിന്റെ മുന്നേറ്റം എത്രത്തോളം എന്നുള്ള സംശയം തന്നെ. അപ്പോൾ 200 സീറ്റ് ഏറ്റുമുട്ടിയതിൽ 95% സ്ട്രൈക്ക് റേറ്റോട് കൂടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ 200 സീറ്റിൽ ആ രീതിയിൽ നിൽക്കുന്നത് മാത്രമല്ല, അവർ വലിയ രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ ഈ ഒരു നിലവിലെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എങ്ങനെ മാറും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സംശയമാണ്. ഇപ്പോൾ ഉണ്ടായ 2 ആഴ്ചത്തെ നരേറ്റീവ് പല ദേശീയ ചാനലുകളിലും അതേപോലെ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള പരിണത പ്രജ്ഞരായ ആളുകളുടെ പല ചർച്ചകളുടെയും ഭാഗമായിട്ട് ഉയർന്നു വന്നത് എന്നതിനപ്പുറം വലിയ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കാണുന്നില്ല അഭിലാഷ്. അതായത് 300+ എന്തായാലും BJPക്ക് ഉണ്ടാവും. എൻ്റെ ഒരു അനുമാനം അങ്ങനെ തന്നെയാണ്. അതിന് മാറാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല. എന്താണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്നുള്ളത് ഒരു 1ാം ഘട്ടം 2014 പിന്നിട്ടു, 2019 പിന്നിട്ടു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വലിയ രീതിയിലുള്ള വേര് ഊന്നിക്കഴിഞ്ഞിട്ടുണ്ട്. അത് മതബോധ്യങ്ങളാണ് മനുഷ്യരെ നയിക്കുന്നത്. അതിനിടയിൽ മറ്റുള്ള ഒരു ഫാക്ടറും ചർച്ചയാവുന്നില്ല. ചർച്ചയാകുന്ന തരത്തിലേക്ക് ആ തരത്തിലേക്ക് നാഷണൽ മീഡിയ ലെവലിലുള്ള മാധ്യമങ്ങളും ആ ഒരു രീതിയിലേക്ക് അതിനോട് കാണുന്നില്ല. നമുക്ക് കാണേണ്ട ഒരു കാര്യം ശ്രീ റാഷിദ്, കഴിഞ്ഞ തവണ ദേശീയതയുടെ ഒരു വലിയ സർജ് ഉണ്ടായിരുന്നു ബലാക്കോട്ടിന്റെ പശ്ചാത്തലത്തിൽ. അതിനു മുൻപ് കോൺഗ്രസ് സർക്കാരിനെതിരെയുള്ള വലിയ ശക്തമായ ആന്റി ഇൻകംബൻസി വേവ് ഉണ്ടായിരുന്നു. അതായത് 2 വേവുകൾ ഉണ്ടായിരുന്നു. 2014 മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ UPAക്കെതിരെ ഉള്ള ഒരു വേവ് പ്ലസ് ഒരു പ്രതീക്ഷ എന്ന ഇലമെന്റ് നൽകി നരേന്ദ്രമോദി വരുന്നു. അതൊരു വലിയ തരംഗമായി പരിണമിച്ചു. 2019 അത് ദേശീയതയുടെ ഇന്ത്യ പാകിസ്ഥാനിൽ ചെന്ന് ആക്രമിച്ചു എന്ന സെന്റിമെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള വേവ്. പക്ഷേ 2024 അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു വേവ് ഇല്ല എന്ന് മാത്രമല്ല, ലൈവ്ലിഹുഡ് ഇഷ്യൂസ് ആണ്, ഉപജീവന വിഷയങ്ങളാണ്
പ്രധാനമാവുക എന്ന് CSDS പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ ഏജൻസി പറയുന്നു. കൂടുതൽ ജനങ്ങളും ആശങ്കപ്പെടുന്നത് തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്, വിലക്കയറ്റത്തെക്കുറിച്ചാണ്. അയോധ്യ രാമക്ഷേത്രം 6-7% ആളുകളുടെ മാത്രം കൺസേൺ ആയി ചുരുങ്ങുന്നു. അപ്പോൾ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് മുഖ്യമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉള്ള വിഷയങ്ങൾ പ്രധാനമായി വരുന്ന തെരഞ്ഞെടുപ്പ് 2014-നേക്കാളും 2019-നേക്കാളും വ്യത്യസ്തമാകാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? ഓക്കെ, അത്തരം നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കേണ്ട പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ട്, ആ തരത്തിൽ ഈ പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തും? ജനങ്ങൾ അതിനെ ആ ഒരു പാറ്റേണിൽ കാണില്ല. ജനങ്ങളെ മുന്നിലേക്ക് വരുന്നത് മതപരമായ ചിന്തകളാണ്, മതപരമായ വിഭജനങ്ങളാണ്. ആ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു മാധ്യമങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് മാറി മറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, ഓക്കെ, അതിൽ ലോജിക്കുണ്ട്. റാഷിദ് പറയുന്ന കാര്യത്തിൽ ലോജിക്കുണ്ട്.